ഖുർആനിൽ ഈ ദാവൂദ് എന്ന് എഴുതുന്നിടത്ത് ആ നീട്ടാനുള്ള വാവ് എന്താണ് ഇങ്ങനെ ചെറുതായി കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് 7ാം ക്ലാസ്സിലെ തജ്വീദിൽ. ഖുർആൻ ഓതുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഖുർആൻ്റെ എഴുത്ത് രീതിയിലെ 6 പ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഒന്നാമത്തത് ഹദഫാണ്. ചില അക്ഷരങ്ങൾ കളയും, നമ്മൾ ഓതും പക്ഷെ അത് എഴുതൂല. അതിൽപ്പെട്ടതാണ് ജാസിമീൻ എന്നെടുത്ത അലിഫ്. നോക്കൂ, അവിടെ ജസിമീൻ എന്നാണ് ഉള്ളത്, പക്ഷേ ഓതേണ്ടത് ജാസിമീൻ എന്നാണ്. നീട്ടേണ്ടതുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ചെറിയൊരു അലിഫ് കൊടുക്കുന്നുണ്ട്. ദാവൂദ് എന്നെടുത്തു അങ്ങനെയാണ്. പാരായണം ചെയ്യുന്നു പക്ഷേ എഴുതുന്നില്ല. ഇനി നേരെ തിരിച്ച് രണ്ടാമത്തത് സിയാദത്താണ്. ചില അക്ഷരങ്ങൾ പാരായണം ചെയ്യൂല, പക്ഷേ അതവിടെ എഴുതിയിട്ടുണ്ടാകും. അലിഫു വാവു യാ. ഉദാഹരണത്തിന് നോക്കൂ, ഉലായിക്ക നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇവിടെ ഉ കഴിഞ്ഞിട്ടൊരു വാവ് ഉണ്ടോ? ഇത് നമ്മൾ ഊന്ന് നീട്ടൂല, പക്ഷേ അത് എഴുത്തിൽ അവിടെ ഉണ്ടാകും. മറ്റൊന്നാണ് ബി അയ്യിക്കും എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാം, അവിടെ 2 യാ ഉണ്ടാകും ഖുർആനിൽ. ഇങ്ങനെയുള്ളതാണ് നമ്മൾ അധികം എഴുതും പക്ഷേ പാരായണം ചെയ്യൂല, ഓതൂല. മൂന്നാമത്തത് ബദലാണ്. ഒരക്ഷരത്തിന് പകരം വേറൊരു അക്ഷരം ഉണ്ടാകും. ഉദാഹരണം നമ്മൾ പലപ്പോഴും ഉള്ളതാണ്, സ്വലാത്ത് എന്ന് എഴുതുന്നിടത്ത് ഒരു വാവ്, ശരിക്ക് ലാമിനെ നീട്ടാൻ അലിഫാണ് എഴുതേണ്ടത്, പകരം വാവ് എഴുതുന്നു. നാലാമത്തത് ഹംസയുടെ എഴുത്ത് രീതികളാണ്. നോക്കൂ, അമറ പോലെയുള്ളതിൽ അലിഫിൻ്റെ മുകളിലാണ് ഖുർആനിലെ അലിഫ് ഹംസ കാണുക. ബിർ പോലെയുള്ളതിൽ യാഇൻ്റെ മുകളിലാണ് ഹംസ കാണുക. മാ പോലെയുള്ളതിലൊക്കെ ഒന്നിൻ്റെ മുകളിലല്ലാതെ തനിച്ച് ഹംസ വരും. മുഅ്മിനൂൻ പോലെയുള്ളതിൽ വാവിൻ്റെ മുകളിൽ. ഇങ്ങനെ ചില സ്ഥലത്ത് മാറി മാറി ഹംസയുടെ സ്ഥാനങ്ങൾ അലിഫ് വാവ് യാ എന്നിവയുടെ മുകളിൽ അല്ലെങ്കിൽ തനിച്ചോ വരുന്നത് ഖുർആൻ എഴുത്ത് രീതി. എല്ലായിടത്തും നമുക്ക് ഇഷ്ടം പോലെ മാറ്റാൻ പറ്റൂല, അതിന് ചില നിയമങ്ങളുണ്ട്, നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നീട് പറയാം. അടുത്തത് അഞ്ചാമത്തത് അൽ വസ്ലു വൽ ഫസ്ലു. ചേർത്തും പിരിച്ചും എഴുതും. എന്നുവെച്ചാൽ ചേർത്ത് എഴുതേണ്ട ചില സ്ഥലങ്ങളുണ്ടാവും, അവിടെ പിരിച്ചാണ് എഴുതുക. ഉദാഹരണത്തിന് ലി കൈലാ തഹ്സനു 2 വേർഡായിട്ട് എഴുതേണ്ടത് കൂട്ടി ഒറ്റ വേർഡായിട്ട് എഴുതുന്നു. ഇനി മറ്റു ചില സ്ഥലത്ത് ഫീമ ഹാഹുന ആമിനീൻ ഒറ്റ വേർഡായിരുന്നു, പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്ത് 2 വേർഡായിട്ട് എഴുതുന്നു. ആറാമത്തത് മാ ഫീഹി ഖിറാഅത്താനി ഫകുതിബ ബി ഇഹ്ദാഹുമ. 2 പാരായണം 2 ഓത്ത് രീതിയുള്ളിടത്ത് ഏതെങ്കിലും ഒന്ന് എഴുതാം. നമുക്ക് സാധാരണ അറിയുന്ന മാലിക് യൗമിദ്ദീൻ എന്നിടത്ത് മലിക് യൗമിദ്ദീൻ എന്നൊരു പാരായണമുണ്ട്. അതിനെ പരിഗണിച്ചിട്ട് മലിക് യൗമിദ്ദീൻ എന്നാണ് ഉണ്ടാവുക. അവിടെ സിമ്പലായിട്ട് കൊടുത്തിട്ടുണ്ട്, എഴുത്തിൽ അത് ഇല്ല. ഖുർആൻ എഴുത്ത് രീതികളുടെ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും പറയാനുണ്ട്. ഇപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.